രാക്ഷസ പ്രണയം. രചന, അവതരണം അലങ്കൃത അഭിലാഷ്. മഴനീരവൾക്ക് ചുറ്റും ഘോര താണ്ഡവമാടി. പെരുമ്പറ കൊട്ടി ഇടിമിന്നലുകൾ. അവയ്ക്കൊന്നിനും ഭയപ്പെടാതെ തൻ്റെ ജീവൻ അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിൽ ദേവിനെ ഒരു വരവപ്പോടെ എങ്ങനെ നിന്നു. പെട്ടെന്ന് അവളുടെ കൈത്തണ്ടയിലേക്കൊരു മുറുക്കം വീണു. അവളൊന്ന് ഞെട്ടിത്തിരിയും മുന്നേ ദേവിനെ വലിച്ച് താഴേക്കിറക്കി. കവിൾത്തട്ടിലേക്കൊരാണിൻ്റെ കൈ ആഞ്ഞു പതിച്ചപ്പോഴാണ് ദേവിന് മുന്നിൽ നിന്ന് ആളെ തിരിച്ചറിഞ്ഞത് പോലും. മുന്നിൽ ഡെവിൾ. അത്രമേൽ കോപത്തോടെ അവളെ നോക്കി ദഹിപ്പിച്ചു നിൽക്കുന്നു. ദേവിനൊരു നിമിഷം വിറങ്ങലിച്ചു പോയി. എന്താണ് സംഭവിച്ചതെന്ന് പോലും അപ്പോഴും അവൾക്ക് മനസ്സിലായിരുന്നില്ല. ദേവിനെ കൈയമർത്തി മിഴിച്ചു നിന്നു. തോന്നുമ്പോ വരാനും തോന്നുമ്പോ ഇറങ്ങിപ്പോവാനും അത് നിന്റെ മറ്റവന്റെ വീടൊന്നുമല്ല, കൃഷ്ണമംഗലം തറവാടാണ് ഈ ഋഷികേശവന്റെ വീട്. മനസ്സിലായവേ? അവന്റെ ശബ്ദം കലിയോടെ ഉയർന്നു. ദേവിനെ ഒന്നും മിണ്ടാതെ മുഖം താഴ്ത്തി. ആരോടും മിണ്ടാതെ ഇറങ്ങിപ്പോയിട്ട് ഇവിടെ കിടന്ന് നീ ചത്ത അതിന് ഉത്തരവാദിത്വം പറയേണ്ടത് ഞാനാണ്. എനിക്ക് പോണം. എവിടേക്ക്? ചാകാനും? അറിയില്ല. ഞാൻ എന്താ ചെയ്യണ്ടേ? മോളെ ദേവനി. അവളെന്തോ ശബ്ദമുയർത്തി ചോദിച്ചു തുടങ്ങും മുന്നേ അവൻ നിർത്തിയിട്ടിരിക്കുന്ന കാറിൽ നിന്നും മാധവി ഉറക്കെ വിളിച്ചിരുന്നു. ദേവിനെ നോക്കുമ്പോൾ ചേച്ചി നനഞ്ഞുകൊണ്ട് ഓടി വരുന്നു. അത് കേൾക്കെ ദേവിനിയുടെ സ്വരം ഒന്നടങ്ങി. ദയനീയമായി നോക്കുന്ന ദേവിക്ക് മുന്നിൽ മാധവി വന്നു നിന്നു. എന്നാ പണിയാ കുഞ്ഞി കാണിച്ചേ? മാധവേച്ചി എഴുന്നേറ്റത് കൊണ്ട് കുഞ്ഞില്ലാത്ത കാര്യം ചേച്ചി അറിഞ്ഞു. ഇപ്പൊ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ മാത്രം എന്താ മോക്ക് പ്രശ്നം? ആരുമില്ലെന്ന് തോന്നലാണോ? ഞങ്ങളൊക്കെ ഇല്ലേ മോൾക്ക്? ദേവിനിയെ ചേർത്ത് പിടിച്ച് മാധവി പറയും തോറും ദേവിനി നിറമഴിയോടെ ഡെവിനെ നോക്കുകയായിരുന്നു. വാ മോളെ, കാറിലേക്ക് കയറ്. ഇല്ല ഇല്ല മാധവേച്ചി, ഞാൻ ഇങ്ങോട്ടും ഇല്ല. കൈ ചേർത്ത് പിടിച്ച മാധവിയുടെ കൈ തട്ടി മാറ്റി ദേവിനി തല താഴ്ത്തി പറഞ്ഞു. പിന്നെ ഇങ്ങോട്ട് പോകാനാ നിന്റെ പ്ലാൻ? അടുത്ത നിമിഷം എരിഞ്ഞു വന്ന ദേഷ്യത്തോടെയായിരുന്നു ഡെവിളിന്റെ ചോദ്യം വന്നത്. എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ പറയും, ഞാൻ കൊണ്ടാക്കാം. ഡെവിളിന്റെ മുഖത്ത് വല്ലാത്തൊരു പുച്ഛം നിറഞ്ഞ പോലെ അവൾക്ക് തോന്നി. എന്തേ, മറുപടി ഒന്നുമില്ലേ? ആരും ഇല്ലാത്തതുകൊണ്ടാണല്ലോ ചാവ ഇറങ്ങി ഇല്ലേ? അപ്പോ പിന്നെ മര്യാദയ്ക്ക് എന്റെ കൂടെ നിൽക്കുന്നതാണ് നിനക്ക് നല്ലത്. പോയി കാറിൽ കയറി. അവനൊരാജ്ഞ പോലെ പറഞ്ഞു. പോയി കയറാൻ. അവന്റെ സ്വരം മുറുകിയതും മാധവി അവളെ തന്റെ കയ്യിലേക്ക് ഒതുക്കി. വാ മോളെ. മാധവി അവളെ ചേർത്ത് പിടിച്ച് കാറിന് നേരെ നടക്കുമ്പോൾ ദേവിനി ഡെവിളിന്റെ നേരെ ഒരു നോട്ടം നോക്കി. അത്രമേൽ കത്തുന്ന ഒരു നോട്ടം. അതിന്റെ പൊരുൾ എല്ലാ പൂർണ്ണതയോടെയും അവന് മനസ്സിലായിട്ടും ഡെവിൾ ഉള്ളിൽ പുഞ്ചിരിക്കുകയായിരുന്നു. ഉള്ളിൽ മറ്റെന്തോ ലക്ഷ്യത്തോടെ. രാവിലെ കൃഷ്ണമംഗലം തറവാട്ടിലേക്കൊരു കാർ വന്നു നിന്നു. അതിൽ നിന്നും അപരിചിതയായൊരു പെൺകുട്ടി പുറത്തേക്കിറങ്ങി. ബ്ലൂ ജീൻസും ബ്ലാക്ക് ഷർട്ടും അണിഞ്ഞ വെളുത്ത മെലിഞ്ഞൊരു മോഡേൺ പെൺകുട്ടി. ഇളം കാറ്റിൽ അവളുടെ ചെമ്പൻ മുടിയിടകൾ പാറിപ്പറക്കുമ്പോൾ അവളുടെ പൊട്ടിയിട്ട മുഖത്തിൽ നിന്നും കൂളിംഗ് ഗ്ലാസിനെ അവൾ മെല്ലെ മാറ്റി. കൊട്ടാര സമാനമായ കൃഷ്ണമംഗലം തറവാടിനെ മിഴിച്ചു നോക്കിക്കൊണ്ടവൾ തന്റെ ഡാർക്ക് ലിപ്സ്റ്റിക് പുരട്ടിയ ചുണ്ടുകൾ കൊണ്ട് അത്ഭുതത്തോടെ പറഞ്ഞു. എന്താ മിത്രമോളെ ഇങ്ങനെ മിഴിച്ചു നോക്കുന്നേ? വീടൊക്കെ ഇഷ്ടമായോ? ദേവച്ചൻ കാറിന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയ പിന്നാലെ ഒരു ചിരിയോടെ ചോദിച്ചു. ഓ മൈ ഗോഡ്, ഇഷ്ടായിരുന്നു. വാട്ട് എ ഹൗസ് ദേവനെങ്കിൽ. അത്ര അതിശയമൊന്നും വേണ്ട മോളെ, ഇതെല്ലാം ഇനി നിന്റെ കൂടിയല്ലേ. അവളുടെ അതിശയം നിറഞ്ഞ വാക്കുകൾ കേട്ടുകൊണ്ടാണ് റിയ മുറ്റത്തേക്ക് ഇറങ്ങി വന്നത്. ഹേ മിത്ര, വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. ഹായ് റിയ, ഇത്ര നാളായി കണ്ടിട്ട്. ഹൗ ആർ യു? ഐ ആം ഫൈൻ മിത്ര. വാട്ട് അബൌട്ട് യു? ഐ ആം കൂൾ. നിനക്ക് ഒരു മാറ്റമില്ലല്ലോടി. നിങ്ങൾ തമ്മിൽ നേരത്തെ അറിയോ? ദേവച്ചൻ ഒരു സംശയത്തോടെ ചോദിച്ചു. അയ്യോ, ദൈവങ്ങളുടെ അറിയില്ലേ? ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതല്ലേ. പിന്നെ അത് കഴിഞ്ഞ് അവൾ മുംബൈയിലേക്ക് പോയില്ലേ. പിന്നെ ഇപ്പഴാ കാണുന്നേ. റിയ മിത്രയുടെ താടിയിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു. അവരുടെ രണ്ടുപേരുടെയും അടുപ്പം കണ്ട് അസ്വസ്ഥനായത് ദേവച്ചനായിരുന്നു. അയാളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ റിയ മിത്രയുടെ കൈയും പിടിച്ച് നേരെ വീട്ടിനകത്തേക്ക് കൊണ്ടുപോയി. അകത്ത് ലിവിംഗ് ഏരിയയിൽ തന്നെ ഭാനുമതി നിൽപ്പുണ്ടായിരുന്നു. അമ്മേ, ഇതാരാണെന്ന് മനസ്സിലായോ? ഓ, ഇന്നലെ ദൈവം പറഞ്ഞ പെണ്ണല്ലേ ആർട്ടിയുടെ. അത് മാത്രമല്ല, ഷീസ് മൈ ഫ്രണ്ട്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ. അമ്മയ്ക്കറിയില്ലേ? അതിന് മറുപടിയൊന്നും പറയാതെ ഭാനുമതി മുഖം ഒന്ന് കടുപ്പിച്ചു. അമ്മ എന്താ ഇങ്ങനെ നിൽക്കുന്നേ? ഇവൾക്ക് കുടിക്കാൻ എന്തെങ്കിലും പറയോ? ഹേയ്, ഇപ്പൊ ഒന്നും വേണ്ട. ഞാനൊന്ന് ഋഷിയെ കണ്ടിട്ട് വരാം. വേർ ഈസ് ഹി?
ആർക്കും മുകളിൽ ജിമ്മിൽ കാണും. റിയ മുകളിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ഓക്കെ. അതും പറഞ്ഞ് ആരെയും ശ്രദ്ധിക്കാതെ മുകളിലേക്ക് പടിക്കെട്ടുകൾ കയറി പോകുന്ന മിത്രയെ ഭാനുമതി രൂക്ഷമായി നോക്കി നിന്നു. നീ എന്തിനാടി അവളെ കണ്ട് ഇടിച്ചോണ്ട് നിൽക്കുന്നേ? നമ്മുടെ സ്വത്തിന് പങ്കുപറ്റാൻ വന്നവളാ. അത് അത്രയ്ക്ക് അറിയില്ല നിനക്ക്. ഓ, കൂൾ ഡൗൺ അമ്മ. ഈ പോകുന്ന മിത്രയെ എനിക്ക് നന്നായിട്ടറിയാം. അവളെ എങ്ങനെ വളച്ച് കുപ്പിയിലാക്കണമെന്നും എനിക്കറിയാം. യു ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ അമ്മ. അതും പറഞ്ഞ് കെമിയോടകത്തേക്ക് പോകുന്ന റിയെ ഭാനുമതി ഒന്നും മനസ്സിലാകാതെ നോക്കി നിന്നു. മിത്ര മുകളിൽ ജിമ്മിലേക്ക് സ്റ്റെപ്പ് കയറി വരുമ്പോൾ ഡബിൾ ബൈസെപ്സിന് വേണ്ടി ഡംബിൾ വർക്കൗട്ട് ചെയ്യുന്ന ധൃതിയിലായിരുന്നു. വെറും ട്രാക്ക് സ്യൂട്ട് മാത്രം അണിഞ്ഞ് അടിമുടി വിയർത്ത് നിൽക്കുന്ന ഡബിളിനെ കണ്ടത് മിത്രയുടെ കണ്ണു തിളങ്ങി. അവൻ്റെ അർത്ഥനഗ്നമായ ശരീരത്തിലൂടെ വിയർപ്പിൻ തുള്ളുകൾ ഉരുകിയൊഴുകുന്നു. അതവൻ്റെ സിക്സ് പാക്കിലൂടെ തെന്നി നീങ്ങുന്നത് കണ്ട് അവളുടെ ഹൃദയമെടുപ്പ് കൂടി. ഒരു അതിശയത്തോടെ മിത്ര അവൻ്റെ അടുത്തേക്ക് നീങ്ങി. ഹായ് ഋഷി, എന്നെ മനസ്സിലായി എനിക്ക്. അപ്രതീക്ഷിതമായി അവൻ്റെ പേഴ്സണൽ സ്പേസിലേക്ക് കയറി വന്ന് തന്നോട് വശമായി ചോദിക്കുന്ന പെൺകുട്ടിയെ നോക്കി അവൻ നെറ്റി ചുളുക്കി. ഹു ആർ യു? എനിക്ക് തോന്നി തനിക്ക് എന്നെ പിടികിട്ടി കാണില്ലെന്ന്. ഐ മിത്ര, യുവർ ഫ്യൂച്ചർ വൈഫ്. ചുണ്ടിൽ കൗശലം നിറഞ്ഞൊരു പുഞ്ചിരിയോടെ പറയുന്നവളെ ഡെവിൾ ശ്രദ്ധിക്കാതെ മുഖം വെട്ടിച്ചു. വർക്കൗട്ട് തുടർന്നു. എന്താ താനൊന്നും മിണ്ടാത്തേ? ദേവങ്കിൽ പറഞ്ഞില്ലേ ഞാൻ ഇന്ന് വരുന്ന കാര്യം? അവനൊന്നും മിണ്ടിയില്ല. മറ്റെങ്ങോ നോക്കി അവൻ ശ്വാസം ആഞ്ഞെടുത്തു. ദേവകൾ പറഞ്ഞിരുന്നു ഋഷി കുറച്ച് ഇൻട്രോവേർട്ട് ആണെന്ന്. ബട്ട് എനിക്കതൊന്നും ഒരു പ്രോബ്ലമേ അല്ല കേട്ടോ. ആക്ച്വലി മുൻപ് മമ്മിയോട് ദേവങ്ങൾ തൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിച്ചില്ല. ഇപ്പം മാരേജൊന്നും വേണ്ടെന്നായിരുന്നു എനിക്ക്. ഇന്നിവിടെ വന്നത് പോലും മമ്മി ഫോഴ്സ് ചെയ്തിട്ടാ. പക്ഷേ മിത്ര ഒന്ന് നിർത്തി. അവൻ്റെ അരികിലേക്ക് കൗതുകത്തോടെ വന്നു നിന്നു. വല്ലാത്തൊരു നോട്ടത്തോടെ അവളുടെ മിഴികൾ അവൻ്റെ പേശികൾ നിറഞ്ഞ ദേഹമാകെ ഒഴുകി. പക്ഷെ ഋഷി, യു ആർ സിംപ്ലി ഹോട്ട്. അത് കേട്ടതിൻ്റെ അവളെ രൂക്ഷമായി ഒന്ന് നോക്കി. ഞാൻ ഇത്രയും എക്സ്പെക്ട് ചെയ്തില്ല. തൻ്റെ ബൈസെപ്സ് ആൻഡ് യുവർ ആബ്സ്, ഇറ്റ്സ് ഓസം. അവളുടെ ചുണ്ടുകളിൽ നിന്നും കാമത്തിൻ്റെ നനത്തു സ്വയം ചിതറി വന്നതും മിത്ര അവൻ്റെ നെഞ്ചിലേക്കൊന്ന് തൊട്ടു. അവളുടെ കൂർത്ത വിരലുകൾ അവൻ്റെ വിരിമാറിലേക്ക് ഇഴഞ്ഞു വന്നതും അടുത്ത നിമിഷം ഇരച്ചു വന്ന ദേഷ്യത്തോടെ ഡെവിൾ അവളുടെ കയ്യെ തട്ടി മാറ്റി. ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ. അവൻ്റെ ശബ്ദം ആ മുറിയാകെ മുഴങ്ങിയതും മിത്ര ഒരു ഞെട്ടലോടെ ഒന്ന് പിറകിലേക്ക് മാറി. ഇറിറ്റേറ്റ് ചെയ്യാതെ ഒന്ന് ഇറങ്ങിപ്പോകുന്നുണ്ടോ, യൂസ്ലെസ് ഫെലോ. അവൻ്റെ നാവിൽ വെറുപ്പ് തോന്നി. അതോടെ അവിടെ നിന്നും ദേഷ്യത്തോടെ താഴേക്ക് ഇറങ്ങിപ്പോകുന്നവനെ നോക്കി മിത്ര പകച്ചു നിന്നുപോയി. അപ്പോഴേക്കും ഋഷി പോയതിൻ്റെ പിന്നാലെ ഒരു കള്ളച്ചിരിയോടെ റിയ അവിടേക്ക് വന്നിരുന്നു. എന്ത് പറ്റി മിത്ര? ഋഷിയായിട്ട് നല്ല ദേഷ്യത്തിനല്ലോ പോയേ? ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്ന മിത്രയെ നോക്കി റിയ ചോദിച്ചു. ആ, എനിക്കൊന്നും അറിയില്ല. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ദേഷ്യക്കാരനാണെന്ന് ദേവങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു. ബട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുമെന്ന് ഞാൻ കരുതിയില്ല. അതൊക്കെ വെറുതെ പറയുന്നതാണ് മിത്ര. ഋഷിയേട്ടൻ എല്ലാവരോടും നല്ല ദേഷ്യ, ഒരാളോട് ഒഴിച്ചു. മിത്ര മിഴിച്ചു നോക്കി. അതാരാ? ദേവനി, ഇവിടുത്തെ ജോലിക്കാരിയാ, ഒരു സുന്ദരി കോത. റിയ ചുണ്ടുകൂട്ടി. അതെന്താ അവളോട് മാത്രം ഋഷി ദേഷ്യപ്പെടാത്തേ? അതാ മോളെ എനിക്കും അമ്മയ്ക്കും വിളി കിട്ടാത്തേ. അവള് വന്ന നാൾ മുതൽ ഋഷിയേട്ടന് അവളോട് ഒരു പ്രത്യേക സ്നേഹം. റിയ പിരികയറ്റിക്കൊണ്ടേയിരുന്നു. എൻ്റെ അമ്മ അന്ന് പ്രശ്നം ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ മോളെ ഇന്ന് നിന്റെ സ്ഥാനം അവളുടെ കയ്യിലിരുന്നേനെ. ഇത്ര ആയത് നീ അങ്ങനെ ആശ്വസിക്കൊന്നും വേണ്ട മോളെ. ഏത് നിമിഷവും നിന്റെ ഈ സ്ഥാനം അവൾ തട്ടിയെടുക്കും. ഇന്നലെ വീട് വിട്ടു പോയാലേ തേടി പിടിച്ചാ കൊണ്ടുവന്നത്. അതിന് മിത്ര ഒന്ന് ഇരുത്തി മോളുക മാത്രം ചെയ്തു. ഋഷിയേട്ടനെ നിനക്ക് വേണമെങ്കിൽ നീ ഞാൻ പറയുന്ന പോലെ കേട്ടാൽ മതി. റിയ മിത്രയുടെ കാതിൽ മുറുകി ഓതിക്കൊടുക്കവേ കണ്ടിട്ട് പോലുമില്ലാത്ത ദേവിയോട് വല്ലാത്തൊരു വെറുപ്പ് നിറഞ്ഞു വന്നിരുന്നു മിത്രയിൽ. ഈ വീടും ഈ ബിസിനസ്സും എല്ലാ ഋഷിയേട്ടൻ്റെ പേരിലാണ്. നീ എന്ന് മനസ്സ് വെച്ചാൽ മോളെ മിത്ര, ഇതൊക്കെ ഈസിയായിട്ട് നിന്റെ കയ്യിലിരിക്കും. പടിക്കെട്ടുകൾ ഇറങ്ങി ലിവിംഗ് ഏരിയയിലേക്ക് നടക്കുമ്പോൾ റിയ മിത്രയുടെ കാതുകളിലേക്ക് വിഷം മൂടി കയറ്റുകയായിരുന്നു. ഐ നോ ദാറ്റ്. ബട്ട് റിയ, നീ ഈ പറഞ്ഞ പോലെ ആ കുട്ടിയില്ലേ ദേവിനി, ആ സെർവൻ്റ്, അവളുള്ളിടത്തോളം കാലം എനിക്ക് നടക്കും തോന്നുന്നില്ല. എനിക്കറിയാം, എൻ്റെ വീട്ടിലുണ്ട് 3 യൂസ്ലെസ് ഫെലോസ്. ആടുകളെ വലിച്ചെടുക്കാൻ
അവളുമായി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഈ ജോലിക്കാരൊക്കെ എല്ലാം ഒരു ടൈപ്പാണ്. റിയയുടെ വിഷം മിത്രയുടെ ഉള്ളിൽ നന്നായി ഏറ്റിരുന്നു. അവൾ ദേവിനിയോടുള്ള തൻ്റെ എതിർപ്പ് പുറത്തേക്ക് കാട്ടി പറഞ്ഞു. അതൊക്കെ നിനക്ക് തോന്നുന്നതാ. അവളൊന്ന് നിലക്ക് നിർത്തിയാൽ മതി, പിന്നെ കൃഷിയായിട്ട് നിന്റെ കയ്യിലിരിക്കും. എന്താ, നിനക്ക് സംശയമുണ്ടോ? എനിക്കൊരു സംശയമില്ല റിയ. അയ്യോ, ഇതെല്ലാം ഈ മിത്രയ്ക്കിന് വിറ്റ് തന്നേക്ക്. അവളെ ഒതുക്കുന്ന കാര്യം ഈ മിത്ര ഏറ്റു. ദേവിനിയെ ഒതുക്കാനുള്ള ഗൂഢാലോചനയിൽ ഇരുവരും മുഴുകിയിരിക്കുന്ന സമയം തന്നെയായിരുന്നു ദേവിനി ഒരു ഗ്ലാസ് ജ്യൂസുമായി അങ്ങോട്ടേക്ക് വന്നത്. കയ്യിലെ ജ്യൂസ് ഗ്ലാസുമായി ദേവിനി അവരെ ശ്രദ്ധിക്കാതെ പടികൾ കയറി. ഹേ മിത്ര, ഞാൻ പറഞ്ഞില്ലേ അവള് ആ ദേവിനി ഇതേ പോകുന്നു. ഓ, ഇതായിരുന്നു കക്ഷി. മിത്ര അവളെ ഒന്ന് അടിമുടി സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. ഹേ ഗേൾ. മിത്ര അവളെ കൈഞ്ഞൊടിച്ചു വിളിച്ചു. അത് കണ്ട് ദേവിനി തെല്ലൊരു സംശയത്തോടെ അവരിലേക്ക് നോട്ടമിട്ടു. കയറി തുടങ്ങിയ പടികളിൽ നിന്നുകൊണ്ട് അവൾ അവർക്ക് നേരെ ഒന്നും മനസ്സിലാകാതെ നോക്കി. എന്താടിങ്ങനെ നോക്കുന്നത്? വിളിച്ചത് കേട്ടില്ലേ? ഇങ്ങോട്ട് വാ. ദേവിനി മെല്ലെ അലസമായി അവർക്കരികിലേക്ക് ചെന്നു. നിനക്കിതായിരുന്നു മനസ്സിലായോ? അടുത്തു നിന്ന് മിത്രയെ ചൂണ്ടിക്കാണിച്ച് റിയ ദേവിനിയോട് ചോദിച്ചു. ഇല്ല. ആ, എന്നാ മനസ്സിലാക്കിയോ? ഇതാണ് ഋഷിയേട്ടൻ കെട്ടാൻ പോണ പെണ്ണ് മിത്ര. നിന്നെ ഒന്ന് പരിചയപ്പെടാൻ വിളിച്ചതാ. ഓ, അപ്പൊ ഇതാണ് ദേവനി. നീ പറഞ്ഞപ്പോൾ തന്നെയാണ് റിയ. ഒരു സുന്ദരിക്കഥയാണ്. ദേവിനിയെ നോക്കി ഒരു പുച്ഛച്ചിരിയോടെ മിത്ര പറഞ്ഞു. അല്ല, നീ ജ്യൂസ് വെച്ച് എങ്ങോട്ടാ? റിയ ചോദിച്ചു. ഇത് ആർക്കെ സാറിന് കൊടുക്കാൻ. ജിമ്മ് കഴിഞ്ഞ് വരുമ്പോ ജ്യൂസ് വേണമെന്ന് പറഞ്ഞിരുന്നു. ഓ, ഇത് ഋഷിക്കുള്ളതാണോ? എവിടെ നോക്കട്ടെ. കയ്യിലിരുന്ന ഗ്ലാസിനെ തട്ടി വാങ്ങിയ മിത്രയെ കണ്ട് ദേവിനി ഒന്ന് പതറി. അയ്യോ വേണ്ട, ആർക്കെ സാർ അറിഞ്ഞ വഴക്കു പറയും. ഓ, ഞാൻ തൊട്ടെന്ന് കരുതി എന്താ? ഞാൻ നോക്കട്ടെ അവന് കൊടുക്കുന്ന ജ്യൂസിന്റെ ക്വാളിറ്റി എത്രയാണെന്ന്. മിത്ര ആ ജ്യൂസ് ചുണ്ടിലേക്ക് ചേർത്തു. ഇതിന് ഷുഗർ ഇല്ല, ഒരു രുചിയില്ലല്ലോ. ആർക്കെ സാറിന് ഷുഗർ ഇടാറില്ല. ഓ, നീ എന്നെ പഠിപ്പിക്കാണോ? അതും ഫിറ്റ്നസിനെ പറ്റി. ഹേ ലുക്ക് ഗേൾ, ഇന്നു മുതൽ ഞാൻ പറയാൻ പോലെ മതി ഈ വലിയ കാര്യങ്ങളൊക്കെ. ഋഷി എന്ത് കഴിക്കണം എന്ത് കഴിക്കാൻ പാടില്ല എന്ന് ഞാൻ തീരുമാനിക്കും. അതനുസരിച്ച മതി. കേട്ടോടി? അവൾക്ക് പിടിച്ചിട്ടില്ല മിത്ര. റിയ ഇടയ്ക്ക് കയറി പറഞ്ഞു. ഇങ്ങനെ അധികാരം പറയുന്നതൊന്നും അവൾക്കിഷ്ടമല്ല. ഓ, ആണോ റിയ? ഇപ്പഴേ ഇവളീ വീട്ടിലെ വേലക്കാരി തന്നെയല്ലേ, അല്ലാതെ കെട്ടിലമ്മ ഒന്നുമല്ലല്ലോ. എന്തായാലും മോൾ നീ ഈ ജ്യൂസ് ഋഷിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായോ? അതും പറഞ്ഞവൾ ആ ഗ്ലാസിനെ താഴേക്കിട്ടു. ഗ്ലാസ് താഴെ വീണ് പൊട്ടിച്ചിതറി. ആ ശബ്ദം കേട്ട ദേവിനി ഒന്ന് ഞെട്ടി. ഓഫ്, ഐ എം സോറി, അറിയാതെ പറ്റിപ്പോയതാ. ദേവിനിയെ നോക്കി ഒരു കുറുകിയ ചിരിയോട് മിത്ര പറഞ്ഞു. ഷോ, കഷ്ടായല്ലോ മിത്ര. റിയയും അവൾക്കൊപ്പം കൂടി. സാരമില്ല. എന്താണ് നോക്കി നിൽക്കുന്നേ? ഒരു തുണി എടുത്തോണ്ടമ്മ ഇവളൊക്കെ ക്ലീൻ ചെയ്തേ. പകപ്പോട് നോക്കി നിൽക്കുന്ന ദേവിനിയെ നോക്കി റിയ ആജ്ഞയോടെ പറഞ്ഞു. അല്ല, നീ പറയുന്ന അങ്ങ് കേട്ടാ മതി, പെട്ടെന്ന് ക്ലീൻ ചെയ്യേ. ദേവിനി നേരെ അടുക്കളയിൽ നിന്നും ഒരു തുണി കഷ്ണം കയ്യിലേക്കെടുത്തു. താഴെ വീണുടഞ്ഞ ഗ്ലാസിന്റെ കഷ്ണങ്ങൾ ഒരു വശത്തേക്ക് നീക്കി വെള്ളം തുണിയിൽ ഒപ്പിയെടുത്തു. അത് കാണി മിത്ര റിയയെ നോക്കി വാപൊത്തിച്ചിരിച്ചു. അവൾക്കിത് മാത്രം പോരെ മിത്ര, അവൾക്ക് ഇനിയും പണി കൊടുക്കണം. അതിനി ഈ മിത്ര തുടങ്ങിയിട്ടല്ലേ ഉള്ളു മോളെ. താഴെയാകെ പരന്നു കിടക്കുന്ന ജ്യൂസ് തുടച്ചെടുക്കുന്ന ദേവിനിയുടെ അടുത്തേക്ക് മെല്ലെ ചെന്നു. അവളെ കാണുന്തോറും അവളുടെ ഉള്ളിൽ ദേഷ്യം ഇരച്ചു കയറി. ഹീലിട്ട കാലുകൊണ്ട് മിത്ര ദേവിനിയുടെ കയ്യിലേക്ക് ഇറുക്കി ചവിട്ടി. ദേവിനി വേദന കൊണ്ട് പൊളഞ്ഞു. അവളുടെ കയ്യിൽ നിന്നും ചോര പൊടിഞ്ഞു. അത് കാണി മിത്രയുടെ ചുണ്ടുകൾ ചിരിയാൽ വിരിഞ്ഞു. അവൾ ഒരു വന്യമൃഗത്തെ പോലെ തൻ്റെ ഇരയെ കാൽ കീഴിലൊതുക്കി ക്രൂരമായി അത് നോക്കി രസിച്ചു. പെട്ടെന്ന് അവളുടെ മുഖത്തേക്കൊരു അടി വീണു. അണപ്പല്ല് തെറിച്ച വേദനയോടെ കവിൾത്തടങ്ങൾ അമർത്തി പിടിച്ചുകൊണ്ട് മിത്ര കണ്ണുകൾ ഇറുക്കി മൂടി. ഒരു നടുക്കത്തോടെ റിയ മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടറിയാതെ മിഴിച്ചു നിന്നു. മുന്നിൽ സാക്ഷാൽ ഡെവിൾ.